ഹോസേയുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ തന്നെ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയരിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസിറിയ അവരുടെ രാജാവാകും. കാരണം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞു വീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അത് എടുത്തു മാറ്റുകയില്ല. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ഹദ്മായ പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പിലാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ചു വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസിറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിലെത്തിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എഫ്രായിം വ്യാജം കൊണ്ട്, ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദയെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്ത പുലർത്തുന്നു. ഹോസേയുടെ പുസ്തകം 12 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എഫ്രായിം കാറ്റിനെ മേയ്ക്കുന്നു. ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു. അസിറിയയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. കർത്താവിന് യൂദയ്ക്കെതിരെ ഒരു ആരോപണമുണ്ട്. യാക്കോബിനെ അവൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും. അവന് പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരന്റെ കുതിക്കാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബേഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് അവിടുത്തെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തിലാസിൽ വ്യാപാരി മർദ്ദനപ്രിയനാണ്. എഫ്രായിം പറഞ്ഞു, ഞാൻ ധനവാനാണ്. ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവൻ്റെ സമ്പത്ത് എല്ലാം കൊടുത്താലും അവൻ്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിലെന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു. ദർശനത്തിനു മേൽ ദർശനം അരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലെയാദിൽ അകൃത്യമില്ലേ? അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാളകളെ ബലി കഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴവുചാലുകളുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെയായി തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എഫ്രായിം കഠിനമായി പ്രകോപനമുണ്ടാക്കി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും.